സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല. മത്തായി 5:14. തൻ്റെ ശിഷ്യരുടെ സ്വത്വവും ദൗത്യവും വ്യക്തമാക്കുന്നതിന് വേണ്ടി യേശു അവർക്ക് നൽകുന്ന വിശേഷണമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണം. അത്തരം പട്ടണത്തെപ്പോലെ അവരെ എവിടെ നിന്ന് നോക്കിയാലും കാണാം. എല്ലാവർക്കും അവർ ദൃശ്യരാണ്. അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ആരും ബുദ്ധിമുട്ടേണ്ടി വരില്ല. മലമുകളിലെ പട്ടണം പോലെ ക്രിസ്തുശിഷ്യനായ പുരോഹിതൻ ദൃശ്യനായിരിക്കുന്നത് എല്ലാവരും അവനെ നോക്കി പുകഴ്ത്താനും പ്രശംസിക്കാനുമല്ല, മറിച്ച് അവൻ്റെ ജീവിതം വഴി സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം മഹത്വീകൃതമാകുന്നതിന് വേണ്ടിയാണ്. അവനിലേക്ക് നോക്കുന്നവർ അവൻ്റെ ജീവിതം കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മലമുകളിലെ പട്ടണത്തിന് അതിൻ്റെ താഴ്വാരത്തിലുള്ളവയെല്ലാം വളരെ വ്യക്തമായി കാണാം. അതിൻ്റെ കാഴ്ച വളരെ വിശാലമാണ്. 4 ദിക്കുകളിലേക്കും അതിൻ്റെ ദർശനം ചെല്ലുന്നു. ഇപ്രകാരമാണ് പുരോഹിതൻ്റെ വീക്ഷണവും. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും അവൻ കാണുന്നു. ഇടുങ്ങിയതല്ല, വളരെ വിശാലമാണ് അവൻ്റെ കാഴ്ച. ആ നോട്ടത്തിൽ അവൻ ആരെയും വിട്ടുകളയുന്നില്ല എന്ന് മാത്രമല്ല, ആരിലാണോ അവൻ്റെ കണ്ണുകൾ ഏറ്റവും കൂടുതലായി ചെന്നെത്തേണ്ടത് അവരിൽ അതെത്തുന്നു. മറ്റുള്ളവർ കാണാൻ താൽപ്പര്യം കാണിക്കാത്ത, അഥവാ കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ച് ഒഴിവാക്കുന്നവരെ അവൻ അനായാസം കണ്ടുപിടിച്ച് ചേർത്തു നിർത്തുന്നു. മലമുകളിൽ പണിതുയർത്തിയിരിക്കുന്ന പട്ടണത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ പ്രദേശത്തുകൂടെ കടന്നു പോകുന്നവർക്ക് അവരുടെ യാത്രയുടെ ദിശ നിർണയിക്കാൻ ഉയർന്നു നിൽക്കുന്ന ഈ പട്ടണം സഹായകമാകും. ഈ പട്ടണവുമായി ബന്ധപ്പെടുത്തി വഴി നിർണയിക്കപ്പെട്ടാൽ അവർക്ക് വഴിതെറ്റാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും. അപ്രകാരം പുരോഹിതനും മറ്റുള്ളവരുടെ ജീവിതത്തിന് ദിശ നിർണയിക്കാൻ സഹായിക്കുന്നവനാണ്. അവനെ നോക്കി, അവൻ്റെ ജീവിതശൈലി നോക്കി സഹയാത്രികർ തങ്ങളുടെ ജീവിതയാത്രയുടെ വഴി ക്രമപ്പെടുത്തുന്നു. മലമുകളിൽ ഉയർന്നു നിൽക്കുന്നത് പട്ടണത്തിൻ്റെ മിടുക്കുകൊണ്ടല്ല എന്ന് പുരോഹിതനറിയാം. അതവിടെ പണിതുയർത്തിയതാണ്. അതവിടെ നിർമ്മിക്കാൻ ഒരുപാട് അധ്വാനം വേണ്ടി വന്നിട്ടുണ്ട്. സമതലത്തിൽ ഒരു പട്ടണം നിർമ്മിക്കുന്നതിനേക്കാൾ ഏറെ ശ്രമകരമായിരുന്നു അതിൻ്റെ നിർമ്മാണം. അത് നിർമ്മിച്ചവൻ ഏറെ സ്നേഹത്തോടും കരുതലോടും കൂടെയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതവിടെ ഉറപ്പോടെ നിൽക്കണമെന്നാഗ്രഹിച്ചാണ് അത് പണിതുയർത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ദൃശ്യനായും ദിശ നിർണയിക്കാൻ സഹായമായും പുരോഹിതനെ പണിതുയർത്തിയിരിക്കുന്നത് ദൈവമാണ്. ആ ഉയർത്തലിൽ അഹങ്കരിക്കാൻ തനിക്കൊരവകാശവുമില്ലെന്ന് പുരോഹിതനറിയാം. സ്നേഹത്തോടും സന്തോഷത്തോടും എളിമയോടും കൂടെ മലമുകളിൽ ഉയർന്നു നിന്ന് അവൻ സഹയാത്രികരുമായി ദിവ്യതയുടെ ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് ദൈവം മലമുകളിൽ പണിതുയർത്തിയ ഒരു പട്ടണമായി എൻ്റെ പൗരോഹിത്യ സ്വത്വത്തെ കാണുക. അവിടെ നിൽക്കുന്ന എന്നെ മറ്റുള്ളവർ കാണുന്നതും ഞാൻ മറ്റുള്ളവരെ കാണുന്നതും
എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിന് നന്ദി പറയുക. ദിവ്യമായ ഒരു കാഴ്ചപ്പാടോടെ എൻ്റെ പൗരോഹിത്യ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കൃപ യാചിക്കുക.